ATM കവർച്ച കേസിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വിവരം ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. ഈ കവർച്ചയുടെ മുഖ്യ സൂത്രധാരൻ മുഹമ്മദ് ഇക്രം എന്ന കണ്ടെത്തൽ. വാർധയിലെ ജയിലിൽ നിന്ന് ഇയാൾ പുറത്തിറങ്ങിയിട്ട് 2 മാസം മാത്രമേ ആയിട്ടുള്ളൂ. ഗോകുൽ VS ഉണ്ട് വിശദാംശങ്ങളുമായി. ഗോകുൽ, കേരളം നടുങ്ങിയ ഒരു കവർച്ച, 65 ലക്ഷം രൂപയാണ് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ അതിർത്തി കടത്തി കൊണ്ടുപോയത്. ഇപ്പോൾ ഇക്രം ഇതിന്റെ സൂത്രധാരനാണെന്ന് പറയുന്നു. 2 മാസമായുള്ളൂ ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയിട്ട്. ഇതെപ്പോൾ ആസൂത്രണം ചെയ്തു എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ടോ? ഇവിടെ മാത്രമാണോ ലക്ഷ്യമിട്ടത് എന്നുള്ള വിവരങ്ങൾ വല്ലതും ഉണ്ടോ? അനശ്വര, ഞാൻ ഇത്ര നേരം നിന്നിരുന്നത് ഈ ഒരു പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. ഇവരെ കൊണ്ടുവന്ന പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. അവിടെ പല ജില്ലകളിൽ നിന്നുള്ള, തമിഴ്നാട്ടിലെ തന്നെ ചില ജില്ലകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഉണ്ടായിരുന്നു. അവരെല്ലാം തിരഞ്ഞു വന്നത് ഈ പ്രതികൾക്ക് തങ്ങളുടെ സ്റ്റേഷൻ പരിധികളിൽ കൂടി ഇത്തരത്തിൽ കേസുകൾ ഉണ്ടെന്നുള്ള സംശയത്തെ തുടർന്നാണ്. അതായത് ഇവർക്ക് പരക്കെ പല സ്റ്റേഷനുകളിലും ഇവർ കുറ്റം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ATM റോബറി നടത്തിയിട്ടുണ്ടെന്നുള്ള ഒരു സംശയം പോലീസ് പല ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പല ഉദ്യോഗസ്ഥരും വന്ന അന്വേഷണം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇതിൽ മുഹമ്മദ് ഇക്രം എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ പ്രധാന സൂത്രധാരൻ. ഈ ATM മോഷ്ടിക്കണമെന്ന് തീരുമാനിക്കുന്നത്, ഏത് ATM തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നത് ഇയാളാണ്. ഇയാൾ വാർധയിലെ ജയിലിൽ നിന്ന് 2 മാസം മുമ്പ് മാത്രമാണ് പുറത്തിറങ്ങിയത്. അതിനുശേഷവും സമാനമായ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടുകയായിരുന്നു. അത് മാത്രമല്ല, ഇവരുടെ ഒരു സംഭവം, ഇവർ ഈ ചെന്നൈയിൽ വന്നതിന് ശേഷമാണ് കഴിഞ്ഞ 25-ന് കേരളത്തിൽ ഒത്തുകൂടുന്നത്. അതിൽ 2 പേർ ഫ്ലൈറ്റിലാണ് എത്തിയതെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സബീർ ഖാനും സൗക്കിനുമാണ് ഫ്ലൈറ്റിലെത്തിയത്. 3 പേർ കാറിലെത്തി, ബാക്കിയുള്ളവർ ട്രക്കിലുമായി കേരളത്തിലേക്ക് എത്തുകയായിരുന്നു. മാത്രമല്ല, ഈ ട്രക്കിൽ ആളുകൾക്ക് കയറാൻ, അതായത് ട്രക്കിന്റെ പിൻഭാഗത്തായ ആളുകൾക്ക് ഇരിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സംവിധാനം, വായു സഞ്ചാരം അടക്കമുള്ള കാര്യങ്ങൾ സംവിധാനം ചെയ്തിരുന്നു. പോലീസ് പിടിക്കുകയാണെങ്കിൽ അടിയിലൂടെ രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ പൂർണ്ണമായും പ്ലാൻഡ് ആയിട്ടുള്ളൊരു ആക്രമണമാണ്, അല്ലെങ്കിൽ ഒരു റോബറിയാണ് നടന്നിട്ടുള്ളത് എന്ന് തെളിയിക്കുന്ന ഓരോ തെളിവുകളും പോലീസ് ഈ സ്ഥലത്ത് നിന്ന് ഇന്നെത്തി ശേഖരിച്ചു വരികയാണ്. മാത്രവുമല്ല, ഉടൻ തന്നെ ഈ നടപടിക്രമങ്ങൾ പാലിച്ച് കേരളത്തിലെ 2 സ്റ്റേഷൻ പരിധികളിലായാണ് ഇവർക്ക് കുറ്റമുള്ളത്. ആ സ്ഥലങ്ങളിലേക്ക് കൂടി വിട്ടുകിട്ടാൻ ആവശ്യമായ നടപടിക്രമങ്ങളും പോലീസ് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗോകുൽ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇതിന്റെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള ആള് ഇക്രം 2 മാസം മുൻപ് ജയിലിൽ നിന്നിറങ്ങുന്നു. ഇവർ സെപ്റ്റംബർ 25-ന് കേരളത്തിലേക്ക് എത്തുന്നു. ഒരു കേസുള്ള ആളാണ്, ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ്. ഇവർ കേരളത്തിലേക്ക് എങ്ങനെ ഇത്ര സുഗമമായി എത്തി എന്നുള്ളത് ഗൗരവതരമായൊരു വിഷയമാണ്. തീർച്ചയായും. അതായത് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത്, പലപ്പോഴും ഇവർ ഉള്ളിലൂടെയാണ്, അല്ലെങ്കിൽ പാഴ്സൽ ട്രക്കുകൾക്കുള്ളിലൂടെയോ അല്ലെങ്കിൽ കാറിലൂടെയും ഒക്കെയാണ് ഇവർ കൂടുതലായി സഞ്ചരിക്കാറ്. മിക്കവാറും ഇവർ പലരും കേരളത്തിലേക്ക് എത്തുന്നത് ഈ പാഴ്സൽ ട്രക്കുകൾ വഴിയാണ്. ഇവർ ഒരു കാറിൽ മോഷണം നടത്തും. അതിനുശേഷം ഈ കാർ അടക്കം മാറ്റുന്ന രീതിയിൽ, സ്വാഭാവികമായും ഒരു കാറ് CCTV ദൃശ്യമോ തെളിവോ പോലീസിന് ലഭിക്കുമ്പോൾ ഈ കാറിനെ പറ്റിയായിരിക്കും അന്വേഷണം. പിന്നീട് തീർത്തും വ്യത്യസ്തമായ മറ്റൊരു വാഹനത്തിലേക്ക് ഇവർ യാത്ര മാറ്റുന്നു. ഇവർ ഈ റോബറി നടത്തിയതിനു ശേഷം തൃശൂർ ടൗണിലെയും അതോടൊപ്പം തന്നെ മാപ്രാണത്തെയും ATMകളിൽ റോബറി നടത്തിയ ശേഷം തിരിച്ച് മരത്താക്കരയിൽ എത്തിയതിനു ശേഷം ഒരു ട്രക്കിലേക്ക് ഇവരുടെ സഞ്ചാരം മാറ്റുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അത്ര നേരം ക്രെറ്റ എന്ന് പറയുന്ന ഒരു കാറിനെ അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് പെട്ടെന്നൊരു സമയത്ത് വെച്ച് തുമ്പില്ലാതെയാവുകയാണ്. അവർ നാടുനീളെ ക്രെറ്റ അന്വേഷിക്കുമ്പോൾ ഇവർ മറ്റൊരു വാഹനത്തിൽ, ഒരു പാഴ്സൽ ട്രക്കിൽ കയറി സംസ്ഥാനം തന്നെ വിടുന്ന സ്ഥിതി. പക്ഷേ തൃശൂർ കമ്മീഷണർക്ക് ഇത് സംബന്ധിച്ചൊരു വിവരം അല്ലെങ്കിൽ മുൻപ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ രാജസ്ഥാനിൽ നിന്നോ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ നിന്നോ വരുന്ന മോഷണ സംഘങ്ങൾ ഇത്തരം വണ്ടി മാറ്റി സഞ്ചരിക്കുന്ന ഒരു രീതി ഉണ്ടെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത്തരത്തിലുള്ള പാഴ്സൽ ട്രക്കുകൾ കൂടി, പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ രജിസ്ട്രേഷനിലുള്ള പാഴ്സൽ ട്രക്കുകൾ കൂടി പരിശോധിക്കാനായുള്ള ഒരു നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് നൽകി. കേരളത്തിലെ മാത്രമല്ല, തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥർക്കും നൽകി. അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഒരു പ്രതികൾ പിടിയിലായത്. അനശ്വര ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത്തരത്തിൽ 2 മാസം മുമ്പ് മാത്രം ഇത്തരത്തിൽ പുറത്തിറങ്ങിയ ഒരാൾ, മാത്രമല്ല അയാൾ എവിടെ പോകുന്നു? സ്വാഭാവികമായും ജാമ്യം കിട്ടി വരുമ്പോൾ ഈ ജാമ്യ വ്യവസ്ഥകൾ ലംഘിക്കാതെ ഇയാൾക്ക് മറ്റൊരു സംസ്ഥാനത്തേക്ക് കടക്കാൻ കഴിയില്ല. അപ്പോൾ ഇവരുടെയൊക്കെ നിരീക്ഷണം എങ്ങനെ പാളുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. അത് പലപ്പോഴും ഇവർ താമസിക്കുന്ന സ്ഥലത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിച്ചൊക്കെയാണ് പലപ്പോഴും ഇവർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറുന്നത്. അത്തരത്തിലുള്ള നിരവധി വിഷയങ്ങളും ഇതിലുണ്ട്. അനശ്വര.
ഗോകുൽ, എന്തുകൊണ്ട് തൃശൂർ എന്നുള്ളതൊരു ചോദ്യമാണ്. പക്ഷേ അത് കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. പക്ഷേ കേരളത്തിലെ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ ഇവർ സമാന രീതിയിലുള്ള ആസൂത്രണങ്ങളോ മറ്റോ നടത്തിയതായി എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? അതായത് നിലവിലിപ്പോൾ പോലീസിനെ അത് സംബന്ധിച്ച് കേരളത്തിൽ മറ്റ് കേസുകളുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് വിവരങ്ങളില്ല. പക്ഷേ തമിഴ്നാട് പോലീസ് കൃഷ്ണഗിരി അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇവർ കേസുകളിൽ, അതായത് ATM റോബറികളിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. കൃഷ്ണഗിരി SP അടക്കം ഇവിടേക്ക് എത്തി കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു. അതുമാത്രമല്ല മറ്റു പല സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തി വിവരങ്ങൾ ശേഖരിക്കുന്നതും നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ്. അങ്ങനെ ഇവർക്ക് സംസ്ഥാനത്തെ പല സ്ഥലങ്ങളിൽ നിന്നും ഞാൻ അവസാനം നിൽക്കുമ്പോൾ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥരിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആന്ധ്രയിൽ നിന്നടക്കം പോലീസ് ഉദ്യോഗസ്ഥർ ചിലർ ഈ സ്റ്റേഷനെ ബന്ധപ്പെടുകയും ഇവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അത്രമാത്രം വലിയ രീതിയിൽ സംശയത്തിന്റെ നിഴലിൽ, അത്രമാത്രം റോബറികളിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു ആളുകളാണ് ഈ ഒരു സംഘത്തിൽപ്പെട്ടവർ. മാത്രമല്ല ഇപ്പോൾ കേരള പോലീസ് ഇതിനെ ഇപ്പോൾ നിലവിൽ പ്രാഥമികമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന സ്ഥലത്ത് തൃശ്ശൂരിൽ വേണം അല്ലെങ്കിൽ എറണാകുളത്ത് വേണം, അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടത്തിൽ ഇല്ല എന്നുള്ളതാണ്. മറിച്ച് ഇവർ കേരളത്തിലെ ഒരു സ്ഥലത്തേക്ക് വരുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് വരുന്നു. അതിനുശേഷം അവർ ഗൂഗിൾ മാപ്പ് നോക്കി SBIയുടെ ATMകൾ തെരഞ്ഞെടുത്ത് മോഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അതിന് ചില ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്. അതൊരു പക്ഷെ നമുക്കിപ്പോൾ വെളിപ്പെടുത്താൻ കഴിയാത്ത വിഷയമാണ്. കാരണം അത് പുറത്തറിഞ്ഞാൽ മറ്റ് പ്രത്യാഘാതങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അത് നമ്മളിപ്പോൾ പങ്കുവയ്ക്കുന്നില്ല. അത്തരത്തിൽ അവർക്ക് അത്തരത്തിലൊരു ടെക്നിക്കൽ പിഴവുകൾ അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ അറിഞ്ഞ് ഇവർ SBIയുടെ ATMകൾ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെയാണ് ഇവർ മോഷണം നടത്തുന്നതെന്നാണ് പോലീസിന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും അത് കൂടുതലായി ഇപ്പോൾ ഒരു പ്രാഥമികമായ ചോദ്യം ചെയ്യൽ മാത്രമേ കേരള പോലീസിന് ഇവരുമായി നടത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ വിശദമായ ചോദ്യം ചെയ്യലിലൂടെ മാത്രം ഇവരുടെ ആ രീതി എന്താണ്, എങ്ങനെയാണ് ഇവർ എന്തുകൊണ്ടാണ് ഇവർ SBIയുടെ ATMകൾ തിരഞ്ഞെടുക്കുന്നത്, ഇവർ സ്ഥലം തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. നിലവിലിപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത്, അതായത് ഇവർ ഇത്തരത്തിൽ വിവിധ മാർഗങ്ങളിലൂടെ കേരളത്തിലെത്തുന്നു. കേരളത്തിൽ എത്തിയതിന് ശേഷം ഇവർ ഏതെങ്കിലും ഒരു സ്ഥലം, അവർക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലം തെരഞ്ഞെടുക്കുന്നു. അതിനുശേഷം ഗൂഗിൾ മാപ്പ് നോക്കി അടുത്തുള്ള ATMകൾ, പ്രധാനമായും SBI ആണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്, SBIയുടെ ATMകൾ തിരഞ്ഞെടുത്ത് മോഷണം നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമാത്രമല്ല പോലീസ് ഇതിൽ സംശയിക്കുന്ന മറ്റു പല കാര്യങ്ങളുമുണ്ട്. ഇതിൽ ഏതെങ്കിലും അംഗങ്ങൾക്ക്, ഈ സംഘത്തിലെ ഏതെങ്കിലും അംഗങ്ങൾക്ക് ഇത്തരത്തിൽ ബാങ്കുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രവൃത്തി പരിചയമുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്ന് പരിചയമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് സംശയിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ പരിശോധിച്ചു വരികയാണ്. ശരി, ഗോകുൽ VS ആണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരു തരത്തിൽ പറഞ്ഞാൽ രാജ്യത്താകമാനം വേരുകൾ ഉറപ്പിക്കാൻ ശേഷിയുള്ള ഒരു കവർച്ചാ കേസിലെ മുഖ്യ സൂത്രധാരൻ മുഹമ്മദ് ഇക്രം എന്ന് കണ്ടെത്തിയിരിക്കുന്നു. വാർധയിലെ ജയിലിൽ നിന്ന് 2 മാസം മുമ്പ് പുറത്തിറങ്ങിയതേയുള്ളൂ. പിന്നീടാണ് ഈ ആസൂത്രണവും കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതിന്റെ വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും.